എപ്പോഴും നമ്മൾ മേത്തി കീര ഉപ്പേരി വയ്ക്കുക, തോരൻ വയ്ക്കുക. ഈ മേത്തി ലീവ്സ് വെച്ചിട്ട് ഒരു കറി ഇന്നൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ചെറുപരിപ്പ് കണ്ടു, ഇതാണ് ചെറുപരിപ്പ്, ചെറുപയർ പരിപ്പിൻ്റെ. എന്നിട്ട് അത്ര തന്നെ കുറച്ച് ഉലുവക്കി, പിന്നെ എടുത്തിരിക്കേണ്ട ഒരു 6-7 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ചെറിയ ഉള്ളി പറഞ്ഞാൽ വലിയ ഉള്ളിയുടെ ചെറുത്. ഇനി എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നല്ലോണം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിന് മണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ട് കൂട്ടി വരുമ്പോൾ ഒരു നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടു. ഇതിനിങ്ങനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തു. ഇപ്പം ഞാനിതിലേക്ക് എന്താ ആഡ് ചെയ്യണേ? വെളുത്തുള്ളി, ഒരു 6-7 വെളുത്തുള്ളി. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. നോക്കൂ, നല്ലോണം ഈ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് ഈ കറിയുടെ മണം വരുന്നത്. ഇനി ഒരു സമയത്ത് കൂടി ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ വലുതായിട്ട് ഞാൻ എരിവ് ചേർക്കുന്നില്ല. ഇങ്ങനെയാണ് ഈ എരിവ് പോകണം. ആ ഉള്ളി ഇട്ടു. ഈ സമയത്ത് ഞാൻ ഒരു ചുവന്ന മുളക് കണ്ടുമല്ലോ, അതിനെ ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ്. അതും ഒന്ന് കിടന്ന് നല്ലോണം ഒന്ന് ആവട്ടെ, വറുത്തമാരി ആവട്ടെ അല്ലേ. ഈ ഉലുവക്കീരപ്പം ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ അത് നന്നായി വെന്ത് കിട്ടും. ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ വേവിച്ച ചെറുപരിപ്പാണ്. അപ്പോൾ ആ ചെറുപരിപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ആ ചെറുപരിപ്പോട് കൂടിയിട്ടുള്ള വെള്ളം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ കഴുകി ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളം. ഇനി ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാം. ഈ സമയത്ത് ഞാൻ ഇത്ര ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അതെനിക്കറിയില്ല. ഇതിനെ ഞാൻ മുറിച്ചിട്ട് അതിലേക്കൊന്ന് ഒരു ചെറിയൊരു പുളിരസം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതിനെ ഞാനൊന്ന് വഴറ്റിയിട്ടാണ് ആഡ് ചെയ്യുക. ഇപ്പോൾ അതാ എൻ്റെ കറിയിൽ ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അതിനെ വഴറ്റിയിട്ടാണ് ഇട്ടിരിക്കണേ. തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിലിത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളി നല്ലോണം ബ്രൗൺ നിറാവണ വരെ വഴറ്റുക. കണ്ടോളൂ, ഇങ്ങനെ നല്ല ബ്രൗൺ നിറാവണം കേട്ടോ. നല്ലൊരു മണം വരും ഈ സമയത്ത്. അടിപൊളി മണമാണ്. നെയ്യിൽ വെളുത്തുള്ളി വറുക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ. ഇപ്പോൾ അത് മതി. എന്നിട്ട് ഓഫ് ചെയ്തു ഞാൻ. എന്നിട്ടാണ് ഇതിനെ ഞാൻ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം എൻ്റെ ടേസ്റ്റി മേത്തി കറി റെഡി. ഫ്രണ്ട്സ്, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. മേത്തി എന്ന് പറയുന്നത് കശക്കുന്നോ അങ്ങനെ യാതൊന്നുമില്ല, ഒരു ബിറ്റർനെസ്സും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കുക, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, അങ്ങനെ എല്ലാവരുടെ കൂടെ കഴിക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ പറയണ മാതിരി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ
ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രകാലം സപ്പോർട്ട് ചെയ്തവർക്ക് എൻ്റെ വളരെയധികം നന്ദിയും സ്നേഹമുണ്ട്. So see you in the next video with a wonderful recipe. It's bye from Sudha Menon.